Smoking and alcohol consumption is injurious to health. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. കോഞ്ചറിങ് ദ ലാസ്റ്റ് റൈറ്റ്സ് വരികയാണ് നമ്മളെ വീണ്ടും ഭയപ്പെടുത്തുക. കോഞ്ചറിങ് സീരീസിലെ 5-ാം ഭാഗം. മറ്റ് സിനിമകളിൽ നിന്നും കോഞ്ചറിങ് സീരീസിനെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഐ ഫാക്ടറാണ്. പക്ഷേ കോഞ്ചറിങ് ഒരു സിനിമയാകും മുമ്പ് ഒരു നാടിനെ മുഴുവൻ ഭയപ്പെടുത്തിയ കഥ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ്. ആഹാ, ഇപ്പം നമ്മുടെ ചാനൽ വ്യൂസൊക്കെ നിൻ്റെ വകെ. വേറെ വഴിയില്ല, ഓജോ പോലും ടിപ്പിക്കൽ കഥയെ കാണിച്ച് മടുത്ത്. എന്താണ് നമ്മുടെ ചാനൽ റീച്ച് ആവാത്തത്? അവരെ കുറ്റം പറയാൻ പറ്റുമോ? വലിയ ഇൻട്രസ്റ്റുള്ള സാധനങ്ങളൊന്നും നമ്മുടെ ചാനലിലല്ലോ. നല്ല മഴ വരുന്നു, വാ. നല്ല കണ്ടെന്തെങ്കിലും വേണമെങ്കിൽ അവനെ തന്നെ വിളിക്കണം. അവനെന്തേ അറിയില്ല, തിരുവല്ല ലൈബ്രറിക്കാണ്. അവനെ ഒന്ന് വിളിച്ചോക്കട്ടെ. എന്തേലും കിട്ടിയാലോ പെട്ടെന്നൊന്നും പറയത്തില്ലല്ലോ. നീ എവിടാ? പുതുതായിട്ടല്ലോ കിട്ടിയോ? എടാ, നമുക്ക് എന്തായാലും ഒന്ന് ഇരിക്കണേ. ഓ ആടാ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ അങ്ങോട്ടെത്താം. ആടാ. മാറ്റ്, ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു, വിളിച്ചിട്ടാണ് ഫോണും എടുക്കുന്നില്ല. എടാ, അത് ഞാൻ വീട്ടിലെ കുറച്ച് കാര്യങ്ങളായിട്ട് എൻ്റെ തിരക്കിലായിരുന്നു. പിന്നെ ചാനലിൻ്റെ കുറേ പ്രശ്നങ്ങളും അതിൻ്റെ ഇടയിൽ എല്ലാം ഞാൻ വിട്ടുപോയി. നീ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? എടാ, വാപ്പച്ചി എന്നോട് കല്യാണക്കാരത്തെ പറ്റി ചോദിച്ച്. നീ വീട്ടിലെന്ത് പറഞ്ഞു? എടാ, ഞാനൊന്നും പറഞ്ഞില്ല. നിനക്കറിയാലോ വീട്ടിലെ കാര്യം. നീ വേഗം ഒരു ജോലി ശരിയാക്ക്, ബാക്കി വീട്ടിലെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ എനിക്ക് കുറച്ച് സാവകാശം താ, ഞാൻ എങ്ങനെയും ഒരു ജോലി സെറ്റാക്കിയിട്ട് വരാം. ക്ലാസ്സിൽ പോകുന്ന സമയം നോക്കിക്കോണേ. ഒന്ന് കോഴ്സ് കണ്ടിട്ട് കൊല്ലമായി, ഇതുവരെ ജോലിയായിട്ടുമില്ല. എല്ലാ ചാനലാണെങ്കിൽ പച്ച പിടിച്ചിട്ടുമില്ല. പറയുമ്പോൾ നമ്മൾ പാരാസൈക്കോളജി സ്റ്റുഡൻസാണ്, അതിൻ്റെ ഗുണമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു കോളോ കിട്ടിയിട്ടുണ്ട്. സ്ഥലം ജട്ടപ്പാറ, ഒരു പള്ളിയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകളും. എവിടെ നിന്ന് കിട്ടിയ സംഭവം? അതൊന്നും അറിയില്ല, ബസ്സിൽ വെച്ചൊരു കളവൻ പറഞ്ഞ കഥയാ. ഉള്ളതാണോ? അതൊന്നും അറിയില്ല, ഒരു കച്ചിപ്പിച്ചമ്പല്ലേ, നോക്കാം. പള്ളി. സാറേ, ഇതിനു മുമ്പ് ഒരുപാട് സാറന്മാർ ഇതുപോലെ ആ പള്ളി അന്വേഷിച്ച് വന്നതാ. ഒടുവിൽ ആർക്കും ഒന്നും ഇല്ലാണ്ടായിപ്പോയി. ബ്രിട്ടീഷുകാരുടെ സമയത്താ അന്ന് ഈ രക്തപ്പാറയിൽ ആദ്യമായിട്ട് പള്ളി വരുന്നത്. അന്നിവിടെ പള്ളിക്ക് ആദ്യമായിട്ട് വന്ന അച്ഛൻ ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു. പേര് സേവിയർ അച്ഛൻ. കൂടെ ഒരു കപ്പ്യാരും ഉണ്ടായിരുന്നു. കാര്യം ബ്രിട്ടീഷുകാരനാണേലും
നാട്ടുകാർക്കെല്ലാം പുള്ളിയെ ഭയങ്കര കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാ കാട്ടിലെ മൂപ്പൻ്റെ ഒരു അപൂർവമായ നിധി ഉണ്ടെന്ന് അച്ഛൻ മനസ്സിലാക്കിയത്. അച്ഛൻ ആ മൂപ്പൻ്റെ അടുത്ത് ചെന്ന് ആ നിധി മേടിച്ച് പള്ളിയിൽ കൊണ്ടുവന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പം അച്ഛൻ്റെയും കപ്പ്യാരുടെയും സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ വന്നു. അന്നൊക്കെ പള്ളിയിൽ വരുന്ന നാട്ടുകാർ എന്തോ പ്രേതത്തെയൊക്കെ കണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, ആ അച്ഛനങ്ങ് പള്ളിയിൽ തൂങ്ങി. പിന്നെ കപ്പ്യാർ കുത്തേറ്റ് കിടക്കണം നാട്ടുകാർ കണ്ടു. അതിനുശേഷം പള്ളി അങ്ങ് പൂട്ടിയിട്ടു. ബ്രിട്ടീഷുകാർക്ക് ശേഷം ആ പള്ളി ഗവൺമെൻറ് അങ്ങ് ഏറ്റെടുത്തു. പിന്നത് പൊളിക്കാൻ വന്ന ഉദ്യോഗസ്ഥരൊക്കെ ദുർമരണപ്പെട്ട ചരിത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ പള്ളി കയറിയൊക്കെ പ്രേതം പിടിച്ചാണോ ചേട്ടൻ പറയുന്നത്? അതൊന്നും എനിക്കറിയാൻ പാടില്ല സാറേ. പക്ഷെ നാട്ടുകാർ പറയുന്നത് ഇവിടുത്തെ മൂപ്പൻ എന്തോ കൂടോത്രം ചെയ്തെന്നോ അത് കാരണം എന്തോ പ്രേതബാധ ഉണ്ടായെന്നൊക്കെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഈ സ്ഥലവും ഈ സ്ഥലത്തിരിക്കുന്ന പള്ളിയും കുറച്ച് പെശക. സാറേ, ഇനി ഞാൻ മുമ്പോട്ട് പോകാൻ പറയല, കുറച്ച് അപകടമാണ്. ആൻഡോ ചേട്ടോ, ഇത് ഞങ്ങളുടെ വക. ചേട്ടനുള്ള സാധനം വണ്ടിയിരിപ്പുണ്ട്, എടുത്തോ. ഈ സാറുമാരോരോരോ കാര്യങ്ങൾ ഞാൻ ആ വണ്ടിയിൽ കാണുവേ. ഈ സാറുമാര് പോയിട്ട് കുറെ നേരമായല്ലോ. സാറുമാരേ, എടാ, നിന്റെ ആ ഫ്രണ്ടില്ലേ നീരജ്, അവൻ എന്നോട് മോശമായ രീതിയിലൊക്കെ മെസ്സേജ് അയക്കുന്നു. ഹലോ ഹലോ, എടാ നീ അവൾക്ക് വല്ല മെസ്സേജ് അയച്ചാ? എടാ എടാ എന്ത്? എടാ നീ അവൾക്ക് വല്ല മെസ്സേജ് അയച്ചോന്ന്?
സാറന്മാരെ? ഞാൻ ഇവിടെ പുതിയതായി ചാർജ് എടുത്ത SI ആണ്. ഇഷാന്റെ ഉമ്മയാണ്. എന്താ സാറേ, എൻ്റെ മോനെ ഇനി വിടാനായില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഇഷാന്റെ അന്നത്തെ കേസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വന്നതാണ്. വന്നോളൂ സാറന്മാരെ, ഓനകത്തുണ്ട്. ഇരുന്നോളൂ സാറേ. അന്ന് വീണതാ എൻ്റെ മോൻ, പിന്നെ ഒരേ കിടപ്പ. ഇതിലിപ്പോൾ ഒരു ശിക്ഷവന് ഇനി എന്ത് കിട്ടാനാ സാറ്? ഉമ്മ, ഞാൻ ഇഷാന്റെ കേസ് വായിച്ചപ്പോൾ പുള്ളി ഒന്ന് കാണണമെന്ന് തോന്നി. സാറന്മാരായിരിക്കും, ഞാൻ ചായ എടുക്കാം. ഇഷാൻ, എനിക്കറിയാം നിങ്ങൾക്കറിയാവുന്ന ചില രഹസ്യങ്ങൾ ഈ കേസിൽ ഒളിഞ്ഞിടപ്പുണ്ടെന്ന്. എപ്പോഴെങ്കിലും പറയാൻ പറ്റുന്ന അവസ്ഥയിലാവുമ്പോൾ എന്നെ ഒന്ന് കാണണം. ഇതാണ് എൻ്റെ നമ്പർ. ഉമ്മ, ഞങ്ങൾ ഇറങ്ങുക, പിന്നെ ഒരിക്കൽ വരാം. അല്ല സാറന്മാരെ, ചായ? എന്തിനായിരിക്കും ഇഷാൻ അവൻ്റെ ഉറ്റ ചങ്ങാതിമാരായ നീരജിനെയും ജീവനെയും കൊലപ്പെടുത്തിയത്? എനിക്കുറപ്പുണ്ട്, ഇഷാൻ നടത്തിയ ഈ കൊലപാതകത്തിന് പിന്നിൽ ഒരു ഉത്തരമുണ്ട്. അതിൻ്റെ താക്കോൽ ഒരാൾക്ക് മാത്രമേ അറിയൂ, ഇഷാന് തന്നെ. പള്ളിയിൽ വെച്ച് ഞാൻ കണ്ടെത്തിയ രഹസ്യങ്ങൾ പുറം ലോകമറിയാതെ അവിടെ തന്നെ അത് അവസാനിക്കുന്നു. പഴങ്കഥയിലെ മൂപ്പൻ അച്ഛന് കൊടുത്ത നിധി, എ റയർ ഹാലുസിനേറ്റിംഗ് ഫ്ലവർ. അന്ന് ഞാൻ പള്ളിയിൽ വെച്ച് കണ്ട അതേ പൂക്കൾ, അതിൻ്റെ ഗന്ധം മതി മനുഷ്യനിൽ ഹാലുസിനേഷൻ ജലിപ്പിക്കാൻ. പള്ളിക്കടിയിലെ നിലവറയിൽ മാത്രം നിലനിൽക്കുന്ന അതേ പൂക്കൾ. ഒരു മനുഷ്യനില്ലാതാവാനുള്ള ചിന്തകൾ അവിടെ നിന്ന് തുടങ്ങുന്നു. അച്ഛൻ്റെ ഭാഷയിൽ ഈ പൂവിന് ഒരേ ഒരു പേര്, ദൊറോത്തി. പള്ളിയിൽ വെച്ച് ഞാൻ കണ്ടെത്തിയ രഹസ്യങ്ങൾ പുറം ലോകമറിയാതെ അവിടെ തന്നെ അത് അവസാനിക്കുന്നു.